ഓം ഭദ്രകാളിയേ നമഃ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് അമ്പലപ്പുഴ വലിയമഠം ഭദ്രകാളി ക്ഷേത്രം. ഇവിടുത്തെ കളമെഴുത്തും പാട്ടും കണ്ടു തൊഴുന്നതിനും അതേപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 5 കളങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ വരയ്ക്കുന്നു എന്നുള്ള പ്രത്യേകത കൊണ്ടും തന്നെ ധാരാളം ആളുകൾ ഇവിടുത്തെ കളമെഴുത്തും പാട്ടും ദർശിക്കുന്നതിനായി ക്ഷേത്രസന്നിധിയിൽ എത്താറുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ സർപ്പദൈവങ്ങളെയും പ്രതിഷ്ഠിച്ച് അതിൻ്റെ ആരാധനയും നടക്കുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും കുടുംബത്തിൻ്റെ എല്ലാ ആളുകളുടെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന കളമെഴുത്തും പാട്ടും അത് ഒരു ദേശത്തിൻ്റെ പ്രത്യേകതയായി തന്നെ കണ്ടുകൊണ്ട് അമ്പലപ്പുഴ ക്ഷേത്രവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു കുടുംബക്ഷേത്രം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ആചാരങ്ങൾ, ഇവിടുത്തെ അനുഷ്ഠാനങ്ങൾ വളരെ ചിട്ടയായി തന്നെ കൊണ്ടാടുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠാദിനം കുംഭമാസത്തിലെ ഉത്രാടം നക്ഷത്രത്തിലാണ് ഇവിടെ പ്രതിഷ്ഠാദിനമുള്ളത്. ആ പ്രതിഷ്ഠാദിനത്തിൽ കലശാഭിഷേകവും ഒപ്പം തന്നെ ഇവിടുത്തെ ദേവതകൾക്കുള്ള പ്രത്യേകമായ വഴിപാടുകൾ, പന്തിരനാഴി നേദ്യം 12 പടച്ചോറുകൾ ഇവിടെ ദേവിക്ക് നിവേദിക്കണമെന്നാണ് കണക്ക്. അതേപോലെ തന്നെ യക്ഷിക്കും അയ്യപ്പനും വറുത്തുപൊടി നേദ്യവും അതേപോലെ കരിക്ക് നേദ്യവും കൊണ്ടാടുന്നുണ്ട്. വളരെ ചിട്ടയായ രീതിയിൽ വർഷങ്ങളായി കുടുംബക്കാരെല്ലാവരും ഒത്തുചേർന്ന് ഈ ക്ഷേത്രത്തിലെ കളമെഴുത്തും പാട്ടും അതേപോലെ തന്നെ പ്രതിഷ്ഠാദിനവും വളരെ ചിട്ടയായിട്ടും ദേവിയുടെ കടാക്ഷം കൊണ്ട് വളരെ ഭംഗിയായി നടത്തുവാൻ സാധിക്കുന്നുണ്ട്. ഒച്ചപ്പാട്ടിന് ശേഷമാണ് അമ്മയുടെ ഇവിടെ ധ്യാനപ്രകാരമാകുന്ന രൂപത്തെ, എന്താണ് ഇവിടെ ആരാധിക്കുന്ന അമ്മയുടെ ആ രൂപത്തെ കളം കുറിക്കൽ എന്നാണ് പറയുക. ഇവിടെ ചതുർബാഹുവായിരിക്കുന്ന അമ്മയാണ് ഇവിടെ ആരാധിക്കുന്നത്. കയ്യിൽ ഖൽഗം, കപാലം, ദാരികൻ്റെ ശിരസും ശൂലവും. അങ്ങനെ കാളീം മേഘസംപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതം എന്നുള്ള ധ്യാനപ്രകാരമാണ് ഇവിടുത്തെ ആരാധന. അങ്ങനെയുള്ള ആ ഭാവത്തെ, അമ്മയുടെ രൂപത്തെ കളം കുറിക്കൽ, അത് ഇവിടെ ശാസ്താവുണ്ട്, യക്ഷിയുണ്ട്, ഗന്ധർവനുണ്ട്, പനയക്ഷിയുണ്ട്. ഇവർക്കൊക്കെ ആ ധ്യാനപ്രകാരം തന്നെ ഇവിടുത്തെ കളത്തെ കുറിക്കുന്നതാണ് കളം കുറിക്കൽ എന്ന് പറയുന്നത്. ആ കുറിച്ച കളത്തിലേക്ക് പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് ചാലിച്ച് കളം എഴുതുക എന്നാണ് 3ാമത്തെ ചടങ്ങ്. 4ാമത്തെ ചടങ്ങെന്ന് പറയുന്നത് കളം എഴുത്ത് എന്നാണ് പറയുക. പ്രകൃതിദത്തമാകുന്ന 5 വർണ്ണപ്പൊടികൾ, അതാണ് പഞ്ചവർണ്ണപ്പൊടികൾ എന്ന് പറയുന്നത്. അതും പ്രകൃതിയാണ്. അതായത് ആ ദേവിയുടെ നിറമാവുന്ന പച്ചക്കളറുണ്ട്, അത് നമ്മുടെ മഞ്ചാടിയില ഉണക്കി പൊടിച്ചിട്ടുള്ളതും, അതുപോലെ തന്നെ അരി പൊടിച്ചിട്ടുള്ള വെള്ള നിറവും, ഉമി കരിച്ചിട്ടുള്ള കറുപ്പ് നിറവും, അതുപോലെ ചുണ്ണാമ്പും നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള ചുവപ്പ് നിറവും, മഞ്ഞൾ പൊടിച്ചിട്ടുള്ള മഞ്ഞ നിറം. 5 വർണ്ണങ്ങളാണ്. അത് സ്വർണത്തിൻ്റെ കളറാണ് മഞ്ഞ. അതാണ് എന്താ പറയുക, സ്വർണ്ണപ്പൊടി എന്ന് പറയാറുണ്ട് മഞ്ഞപ്പൊടിക്ക് എന്ന് പറയുന്നത്. വെള്ളി വെള്ളപ്പൊടിയായിട്ടും നമ്മുടെ അരിപ്പൊടിയായിട്ടും
ഇരുമ്പിനെ കറുപ്പ നിറമായ ഉമിക്കരിയായിട്ടും നാഗത്തെ പച്ചപ്പൊടിയായിട്ടും ചെമ്പ് ചുവപ്പ് കളറായിട്ടും അങ്ങനെ 5 ലോഹപ്പൊടിയായിട്ടും പഞ്ചഭൂതങ്ങളെ നിദാനമാകുന്നതായിട്ടും ഒക്കെ ഈ സങ്കല്പങ്ങൾ ഈ പഞ്ചവർണ്ണപ്പൊടികളുണ്ട്. ആ പഞ്ചവർണ്ണപ്പൊടി കൊണ്ടാണ് അമ്മയുടെ കാല് കഴിയുന്നത്. അതിനുശേഷം ദേവത തൻ്റെ കർമ്മം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിവാര സങ്കല്പങ്ങളുണ്ട്. ഒരു ദേവത കുടിയിരിക്കുമ്പോൾ തൻ്റെ കാര്യസാധ്യമായിരിക്കുന്ന തൻ്റെ പരിവാരങ്ങളുണ്ടാകും. അവരുടെ സാന്നിധ്യമാണ് വെച്ചൊരുക്ക് എന്ന് പറയുന്നത്. സപ്തമാതൃക്കൾ, ഗണപതി, വീരഭദ്രൻ ഇതുപോലുള്ള മൂർത്തികളെ സങ്കല്പിച്ച് നാക്കിലയിൽ അരിയും നെല്ലും അതുപോലെ തന്നെ നാളികേരം, പൂക്കുല, പൂവ്, പുഷ്പം ഇതെല്ലാം വെറ്റില, പാക്കിവ കൊണ്ട് അലങ്കരിക്കുന്നതാണ് വെച്ചൊരുക്കുന്നൊരു ചടങ്ങുണ്ട്. അതിനുശേഷം ക്ഷേത്രത്തിലെ ദീപാരാധനയുണ്ടാവും. ദീപാരാധനയ്ക്ക് ശേഷമാണ് സന്ധ്യക്കൊട്ട് അല്ലെങ്കിൽ നേത്രോന്മീലനം അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടി തെളിയിക്കുക എന്നുള്ള ചടങ്ങുണ്ട്. ഈ കളം പൂർത്തിയാക്കി ഇതിൻ്റെ യജമാനരെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഉടമസ്ഥ ഊരഴ്മക്കാരായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അതിൻ്റെ അവകാശികളെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. അത് ഈ പൂർണ്ണത വരുത്തുക, ആ ദൃഷ്ടിയിലേക്ക് അമ്മയുടെ മിഴി തുറക്കുന്ന സമയത്തൊക്കെ അതിനൊരു ചടങ്ങുണ്ട്. അത് തെളിയിച്ച് കളം പൂർത്തിയാക്കി ഏൽപ്പിക്കുക. കളം പൂർത്തിയാക്കി എന്ന് ദേശക്കാരെ അറിയിക്കുന്ന ഒരു ചടങ്ങാണ് സന്ധ്യക്കൊട്ടെന്ന് പറയുന്നത്. വീക്കെൻഡേയിൽ കൊട്ടുന്നത് പരുഷവാദ്യമായിട്ടുള്ളതുകൊണ്ട് മേളമായിട്ടും കൊട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ആ ദേശക്കാരെല്ലാം കളമെഴുത്തിനൊക്കെ ദേവിയുടെ ചടങ്ങിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ളൊരു അറിയിപ്പ് കൂടിയാണ്. അതുപോലെ തന്നെ ഭൂതഗണങ്ങളുടെ സാന്നിധ്യവും അവിടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ സന്ധ്യക്കൊട്ട് കൊട്ടുന്നത്. സന്ധ്യക്കൊട്ട് കൊട്ടിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ അത്താഴപൂജയ്ക്ക് ശേഷം എതിരേൽപ്പ് എന്നൊരു ചടങ്ങുണ്ട്. ദേവതയെ ഉത്തമമായിരിക്കുന്ന ഒരു വൃക്ഷച്ചുവട്ടിൽ അല്ലെങ്കിൽ ഒരു പീഠത്തിൽ കൊണ്ടിരുത്തി ഈ ദുരിതങ്ങൾ ഒഴിയുവാൻ വേണ്ടി ഒരു നാളികേരത്തെ, ജീവമാകുന്ന സങ്കല്പമാണ് നാളികേരം എന്ന് പറയുന്നത്, ആ നിഗ്രഹമായിട്ട് അതിൻ്റെ ആ ദുരിതങ്ങളെ നിഗ്രഹിക്കുവാൻ ഒരു നാളികേരം ഉടച്ച് അതായത് നമ്മുടെ എന്താ പറയുക അഗ്നിയോടുകൂടി നിവേദ്യം നടത്തി പ്രീതിപ്പെട്ടിരിക്കുന്ന ഭഗവതിയെ നമ്മളെ ദുരിതങ്ങളെല്ലാം തരണം ചെയ്യുവാൻ വേണ്ടി ആ കുടുംബാംഗങ്ങൾ താലപ്പൊലിയോടുകൂടിയും വായ്ക്കുരവുകളോടുകൂടിയും വാദ്യമേളങ്ങളോടുകൂടിയും അല്ല വെടിനാദങ്ങൾ കതിനവുള്ള വെടിനാദം ആഹതരവ മോഹിത എന്നാണ് പറയുന്നത്. ഘോരമാകുന്ന ശബ്ദങ്ങളെല്ലാം അമ്മയുടെ ചെവിയിൽ മുഴങ്ങണം. അതിനാണ് ആണുങ്ങൾ ആർപ്പ് വിളിക്കുകയും നല്ല പെണ്ണുങ്ങൾ വായ്ക്കുരവയിടുകയും കതിനവുള്ള വെടിനാദങ്ങളും ചെണ്ടവുള്ള വാദ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവണം. ഇവിടുത്തെ ഈ വലിയ മഠത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പരുഷവാദ്യമുണ്ട്, പഞ്ചവാദ്യമുണ്ട്, അതുപോലെ മേളം, ചെണ്ടമേളമുണ്ട്, നാദസ്വരമുണ്ട്. ഇതെല്ലാം പ്രദക്ഷിണത്തിനുണ്ടാവും. ഇതെല്ലാം പ്രദക്ഷിണം ചെയ്ത് അമ്മയെ ആ സങ്കല്പത്തിലോടുകൂടി ഭൂതഗണങ്ങളോടുകൂടി വരവേൽക്കുകയാണ് കളത്തിലേക്ക്. അങ്ങനെ എതിരേറ്റിരിക്കുന്ന ഭഗവതിക്ക് വിസ്തരിച്ചിട്ടുള്ള പൂജ, കളം പൂജ, ആ തന്ത്രിയായിരിക്കും ഇവിടെ നടത്തുന്നത്. അതിപ്പം ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെയും തന്ത്രിയാണ് പ്രധാനമായും കളം പൂജ നടത്തുന്നത്. അത് പിന്നെ ഉത്തമമാകുന്ന നിവേദ്യങ്ങൾ മുഴുവനും ഉണ്ടാവും. അതായത് എന്തൊക്കെയാണോ നിഷ്കർഷിച്ചിട്ടുള്ളത്, സാധാരണ എന്തെങ്കിലും ഒരു വെള്ളനേദ്യമോ അല്ലെങ്കിൽ ഒരു കടുംപായസം മാത്രമേ കാണൂ. ഇവിടെ അതല്ല. അതുപോലെ തന്നെ എന്താ പറയുക, തെരളി ഉണ്ടാവാം, അതുപോലെ തന്നെ ഉണ്ണിയപ്പമുണ്ട്, പാൽപ്പായസമുണ്ട്, പാലുണ്ട്. ഗന്ധർവസ്വാമിക്കാണെങ്കിൽ പരസൽ ചുള, അതായത് നല്ല വരിക്കച്ചുള, കദളിപ്പഴം, പാല്, അതുപോലെ തന്നെ തേന്, അങ്ങനെയുള്ള മധു ഗുളങ്ങൾ കൊണ്ടുള്ള നിവേദ്യത്തോടു കൂടിയാണ് ഇവിടെ ആരാധന നടത്തുന്നത്. അതുപോലെ തന്നെ ആ ആരാധനയ്ക്ക് ശേഷം അതോടുകൂടി തന്നെ കളമ്പാട്ട് നടത്തുകയാണ്. അതായത് ചരിത്രങ്ങളെയും സ്തുതികളെയും ധ്യാനങ്ങളെയും കേശാദിപാദവും പാദാദികേശവും ഇങ്ങനെയുള്ള വർണ്ണനകൾ കൊണ്ട് പാടി പ്രകീർത്തിക്കുക. അത് കേട്ടാണ് അമ്മ കൂടുതൽ പ്രീതിപ്പെടുന്നതെന്നാണ് സങ്കല്പം. ആ കളമ്പാട്ട് നടത്തി ഇനി പ്രധാനമാകുന്ന ചടങ്ങാണ് കളത്തിലേക്ക് നടത്തുന്നത്. ആ കുറുപ്പ്, ആ ദുരിതങ്ങളെല്ലാം ഈ ദേശത്തിൽ നിന്ന് വിട്ടുപോകുവാൻ വേണ്ടി അഗ്നിയിലേക്ക് അമ്മയുടെ ചൈതന്യത്തെ ആവാഹിച്ച് തിരിയൊഴിയും. അത് ആ ദേശവാസികളെയും ഉടമസ്ഥരെയും എല്ലാം തിരിയൊഴിഞ്ഞ ദുരിതങ്ങളെ ഒഴിവാക്കി അക്ഷതമിട്ട് അനുഗ്രഹിക്കുന്നതാണ് പ്രധാന ചടങ്ങാണ് കളമെഴുത്തിൻ്റെ.
ഈ തിരിയൊഴിച്ചതിന് ശേഷം ഈ മൂർത്തികളെയൊക്കെ പ്രപഞ്ചമണ്ഡലത്തിലേക്ക് ഉദ്വസിക്കണം. ഒരു ദിവസത്തെ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന തത്വത്തിലാണ് കളമെഴുത്തും പാട്ടിൻ്റെ ചടങ്ങുകൾ ഇതുവരെ നടത്തി വരുന്നത്. അന്ന് തന്നെ ആവാഹിക്കുന്നു, അന്ന് തന്നെ സ്ഥിതി ചെയ്യുന്നു, അന്ന് തന്നെ ഉദ്വസിക്കപ്പെടുന്നു. അതാണ് ഒരു പ്രതിഷ്ഠയുടെ തത്വമാണ് അതൊക്കെ എന്ന് പറയുന്നത്. അപ്പം കളമെഴുത്ത് എന്ന് പറയുന്ന ഒരു ദിവസത്തെയാണ്. രാവിലെ തന്നെ ആവാഹിക്കുന്നു, അന്ന് തന്നെ മുഴുവനും അമ്മയെ സ്ഥിതി ചെയ്ത് പൂർണ്ണമായിട്ടും ആരാധനയ്ക്ക് ശേഷം പ്രപഞ്ചമണ്ഡലത്തിലേക്ക് അമ്മയെ ഉദ്വസിക്കപ്പെടുകയാണ്. അതാണ് കളം മായ്ക്കൽ എന്ന് പറയുന്നത്. ആ മായ്ച്ച പൊടി ആ ഭക്തന്മാർക്ക് എന്താ പറയുക പ്രസാദമായിട്ട് നൽകുകയും അത് സേവിക്കുന്നതിലൂടെയും അത് ഗൃഹത്തിൽ അത് സൂക്ഷിക്കുന്നതിലൂടെ ദുരിതങ്ങളെല്ലാം മാറും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അത് സത്യവുമാണ്. പല പല അനുഭവങ്ങൾ, മാറാ രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാവുന്നു. ദുരിതങ്ങളെ തരണം ചെയ്ത ഗൃഹങ്ങളെല്ലാം ഏറ്റവും ശ്രേഷ്ഠമാകുന്ന ഐശ്വര്യപ്രദമാകുന്നു. ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ മാറിക്കിട്ടുന്നു. ഇങ്ങനെയുള്ള സത്യമാകുന്ന അനുഭവങ്ങൾ സജ്ജനങ്ങൾക്ക് ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. കളമെഴുത്തുപാട്ട് എന്ന് പറയുന്നത് 100% സത്യമാകുന്ന ശാസ്ത്രത്തിൻ്റെ തെളിവുകളാണ് ഇന്നും നമ്മൾ കാണുന്നത്. ഈ ആരാധന തുടങ്ങിയ കാലഘട്ടം പോലും നമുക്കറിയില്ല. പക്ഷേ ഈ നൂറ്റാണ്ടിലും ഇതിൻ്റെ ചടങ്ങുകൾക്ക് ഒരു കോട്ടം വരാതെ അതിൻ്റെ ശുദ്ധിയെ പാലിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഒരു കളമെഴുത്തുപാട്ട് നടത്തുമ്പോൾ തീർച്ചയായിട്ടും തലേ ദിവസം വ്രതമനുഷ്ഠിച്ച് തന്നെ ആ ദേശത്തിന് നന്മ വരാനുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇതെല്ലാം ചടങ്ങ് നടത്തപ്പെടുന്നത്. ഇനി അങ്ങോട്ടുള്ളൊരു വരും തലമുറകളും വളരെ ശ്രദ്ധയോടെ ഇതുപോലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അറിവോടുകൂടി സംരക്ഷിക്കുവാനും പഠിക്കുവാനും അത് കൊണ്ടു നടക്കുവാനും അമ്മ അനുഗ്രഹിക്കണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് പറയുന്നത് ഈ കലിയുഗത്തെ തരണം ചെയ്യുവാനുള്ളൊരു മാർഗമാണ്. അത് ക്ഷേത്രമായാലും ഗൃഹമായാലും ഇതുപോലുള്ള അനുഷ്ഠാനങ്ങൾ എന്നും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ ആചാരങ്ങൾ നിങ്ങൾ കൂടുതൽ അടുത്തറിയണം. ഇതിൻ്റെ തത്വങ്ങളെക്കുറിച്ച് പറയാൻ നല്ലൊരു സമയം തന്നെ വേണം. ഇത് ചെറിയൊരു സമയത്തിനുള്ളിൽ പറഞ്ഞാണ്. എല്ലാവർക്കും അമ്മ അനുഗ്രഹിക്കട്ടെ. ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുന്ന അരയാലിന് ഏട്ടേറെ പ്രത്യേകതകളുള്ളതാണ്. നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ കാലഭൈരവൻ്റെ സാന്നിധ്യമുള്ള ഈ അരയാൽ ഷോഡശക്രിയകൾ അനുസരിച്ചുള്ള എല്ലാ ചടങ്ങുകളും നടത്തിയതാണെന്നാണ് ഇവിടുത്തെ രേഖകളിൽ കാണുന്നത്. ആലിന് ഉപനയനം, അതേപോലെ തന്നെ അതിൻ്റെ വേളി, മറ്റ് എല്ലാ ചടങ്ങുകളും ഷോഡശാദി ക്രിയകളെല്ലാം നടത്തി അതിനെ പരിപാലിക്കുന്ന ഒരു ആൽവൃക്ഷമാണ് 410 വർഷം പഴക്കമുള്ള ഈ അരയാൽ. ആലിൻ്റെ വേളി വേപ്പ് മരമാണ്. ഏറെ കാലങ്ങൾക്ക് മുമ്പ് വരെ അവിടെ വേപ്പ് മരം നിൽപ്പുണ്ടായിരുന്നു. കാലപ്പഴക്കത്തിൽ വേപ്പ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു.
അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നമ്മുടെ ഈ ക്ഷേത്രത്തില് ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം നമ്മുടെ അമ്പലത്തിന്റെ നടയിലേക്ക് ഒന്ന് എത്തിച്ചേർന്നു. ഇവിടെ ഒരു ആദരവ് നടക്കാൻ പോവുകയാണ്. നമ്മുടെ നാടിന്റെ സോപാന സംഗീത ആചാര്യൻ കൂടിയായിരിക്കും ചെമ്പൂപുറം കൃഷ്ണൻകുട്ടി ചേർന്നത്.
പരിസതുമനക്കാരനേ മമകീ